നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജിനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ കുറിച്ചിട്ടാണ്. ഒരു സെക്കൻഡ് ഓർഡർ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോം എന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് പ്ലസ് a1 y ഡാഷ് പ്ലസ് a0 y ഇസ് ഈക്വൽ ടു ആർ ഓഫ് എക്സ് എന്നുള്ളതാണ്. അതിൽ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മളതിനെ ഹോമോജീനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും, ആർ ഓഫ് എക്സ് 0 അല്ലാത്തപ്പോൾ നമ്മളതിനെ നോൺ ഹോമോജീനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നും പറയും. ഇനി ഒരു നോൺ ഹോമോജീനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷനാണ്. കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആർ ഓഫ് എക്സ് 0 ആകുമ്പോൾ കിട്ടുന്ന ഹോമോജിനസ് ഓർഡിനറി ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനെ കോംപ്ലിമെൻ്ററി ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ കോംപ്ലിമെൻ്ററി ഇക്വേഷൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന ആർ ഓഫ് എക്സ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി ഒരു സെക്കൻഡ് ഓർഡർ നോൺ ഹോമോജിനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കാണാൻ 3 മെത്തേഡ്സ് ആണുള്ളത്. ഒന്നാമത്തെ മെത്തേഡ് ബൈ അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ്, രണ്ടാമത്തെ ബൈ പ്രീ ഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ് ആൻഡ് മൂന്നാമത്തെ ബൈ വേരിയബിൾ പാരാമീറ്റർ. ഇതിൽ ഏറ്റവും സിമ്പിളായ മെത്തേഡ് എന്ന് പറയുന്നത് അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ് മെത്തേഡാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നതും അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ്സ് മെത്തേഡാണ്. അൺഡിറ്റർമൈൻഡ് കോഎഫിഷ്യൻറ്റ് മെത്തേഡ് വെച്ച് എങ്ങനെ ഒരു നോൺ ഹോമോജീനസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡ്സ്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് കിട്ടിയിരിക്കുന്ന നോൺ ഹോമോജീനസ് ഓർഡിനറി ഇക്വേഷൻ്റെ കോംപ്ലിമെൻ്ററി ഇക്വേഷൻ എഴുതുക. എന്നിട്ട് അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. അതായത് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഇസ് ഈക്വൽ ടു 3e⁻² ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എങ്ങനെ കാണാം? ആദ്യം അതിൻ്റെ കോംപ്ലിമെൻ്ററി ഇക്വേഷൻ എടുത്ത് എഴുതാം. d² പ്ലസ് 5d പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0, d പ്ലസ് 3 ഇൻറ്റു d പ്ലസ് 2 ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഇസ് d ഇസ് ഈക്വൽ ടു -3 ഓർ -2. അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്തായിരിക്കും? c1e⁻³ പ്ലസ് c2e⁻². അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ പറയാൻ പോകുന്നത്. അത് നമ്മുടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഗസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് എന്താണോ ആർ ഓഫ് എക്സ് എന്നിട്ടുള്ളത് അതനുസരിച്ച് നമുക്ക് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഗസ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ആർ ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻ്റ് ആണ് തന്നിരിക്കുന്നതെന്ന് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ ഗസ് എന്തായിരിക്കും? വേറൊരു അൺനോൺ കോൺസ്റ്റൻ്റ് നമ്മൾ എഴുതണം. ഇനി നമുക്കൊരു ഫസ്റ്റ് ഓർഡർ പോളിനോമിയലാണ് തന്നിരിക്കണമെന്ന് വയ്ക്കാം. ഒരു ax പ്ലസ് ബി ആണ് തന്നിരിക്കുന്നത് വയ്ക്കാം. നമ്മൾ ഇനീഷ്യൽ ഗസ് എന്ത് എഴുതണം? വേറൊരു അതിൻ്റെ കോഎഫിഷ്യൻസ് മാറ്റി എഴുതാം, ax പ്ലസ് ബി. ഈവൻ ഇഫ് എന്താണ് നമ്മൾക്ക് തന്നിരിക്കുന്ന ആർ ഓഫ് എക്സിലത്തെ ബി 0 ആണെങ്കിലും നമ്മൾ ഇനീഷ്യൽ ഗസ്സിലത്തെ ഫുൾ ടേം എഴുതണം, അതായത് ax പ്ലസ് ബി. ഇനിയിപ്പോൾ നമുക്കൊരു സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണെന്ന് വിചാരിക്കുക, ax² പ്ലസ് bx പ്ലസ് c, നമ്മുടെ rx. അപ്പോൾ ഇനീഷ്യൽ ഗസ് എന്തായിരിക്കും? കോഎഫിഷ്യൻസ് മാത്രം മാറ്റി ചെയ്താൽ ax² പ്ലസ് bx പ്ലസ് c. ഈവൻ ഇഫ് ബിയും സിയും 0 ആണെങ്കിലും നമ്മൾ ഫുൾ ടേമും എഴുതണം. ഇനി അടുത്ത് ആർ ഓഫ് എക്സ് a cos ബീറ്റ എക്സ് പ്ലസ് b സൈൻ ബീറ്റ എക്സ് ആണെന്ന് വിചാരിക്കുക. ശ്രദ്ധിക്കുക, ആംഗിൾ രണ്ടും സെയിം ആയിരിക്കണം, കോസിൻ്റെയും സൈനിൻ്റെയും. അപ്പോൾ നമ്മൾ ഇനീഷ്യൽ ഗസ് എന്ത് എഴുതും? കോഎഫിഷ്യൻസ് മാത്രം മാറ്റുക, a cos ബീറ്റ എക്സ് പ്ലസ് b സൈൻ ബീറ്റ എക്സ്. ഈവൻ ഇഫ് a ഓർ b is equal to 0, അതായത് a cos ബീറ്റ എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ എങ്കിലും b സൈൻ ബീറ്റ എക്സ് എന്ന് പറയുന്ന ടേം മാത്രമേ ഉള്ളൂ എങ്കിലും നമ്മൾ എന്ത് എഴുതണം? ഫുൾ ടേം a cos ബീറ്റ എക്സ് പ്ലസ് b സൈൻ ബീറ്റ എക്സ് എഴുതണം. ഇനി ax² പ്ലസ് bx പ്ലസ് c ഇൻറ്റു e⁻λx ആണ് ആർ ഓഫ് എക്സ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ഇനീഷ്യൽ ഗസ് ചെയ്യും? ax² പ്ലസ് bx പ്ലസ് c, അതായത് ആ പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് മാത്രം മാറ്റി ചെയ്താൽ ഇൻറ്റു e⁻λx. അടുത്തതായി ഒരു പോളിനോമിയൽ ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് അനദർ പോളിനോമിയൽ ഇൻറ്റു സൈൻ ബീറ്റ എക്സ് ആണെങ്കിൽ, അതായത് a2x² പ്ലസ് a1x പ്ലസ് a0 ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് b2x² പ്ലസ് b1x പ്ലസ് b0 ഇൻറ്റു സൈൻ ബീറ്റ എക്സ് ആണെങ്കിൽ നമ്മുടെ ഇനീഷ്യൽ ഗസ് എന്തായിരിക്കും? a2x² പ്ലസ് a1x പ്ലസ് a0 ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് b2x² പ്ലസ് b1x പ്ലസ് b0 ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ഫോർ എക്സാമ്പിൾ ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2e⁻³ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ പി എസിൻ്റെ ഇനീഷ്യൽ ഗസ് എന്തായിരിക്കും? a e⁻³x. ഇനി ആർ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു cos 3x ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇനീഷ്യൽ ഗസ്സിൽ
എന്ത് വേണം, രണ്ട് ടേമും വേണം, കോസ് 3x വേണം, സൈൻ 3x വേണം. അപ്പോൾ എന്തായിരിക്കും a cos 3x പ്ലസ് b സൈൻ 3x. അതുപോലെ r of x ഇസ് ഈക്വൽ ടു സൈൻ 4x പ്ലസ് കോസ് 5x ആണ് തന്നിരിക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കിയപ്പോൾ സൈൻ്റെയും കോസിൻ്റെയും ആംഗിൾസ് വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് സൈനിന് വേണ്ടി ഒരു ഇനീഷ്യൽ ഗസ്സും കോസിന് വേണ്ടി അടുത്തൊരു ഇനീഷ്യൽ ഗസ്സും ചെയ്യണം. അപ്പോൾ ഇനീഷ്യൽ ഗസ് ഓഫ് പി എസ് എന്തായിരിക്കും, a cos 4x പ്ലസ് b സൈൻ 4x പ്ലസ് c cos 5x പ്ലസ് d സൈൻ 5x. ഇനി r of x ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ആണ്. എക്സ് എന്ന് പറഞ്ഞ ഒരു ഫസ്റ്റ് ഓർഡർ പോളിനോമിയലാണ്. അപ്പോൾ അതിൻ്റെ ഫോമിനുള്ള ഇനീഷ്യൽ ഗസ് ആയിട്ടുള്ള എ എക്സ് പ്ലസ് ബി ഇൻറ്റു കോസ് എക്സ് പ്ലസ് സി എക്സ് പ്ലസ് ഡി ഇൻറ്റു സൈൻ എക്സ്. അതായത് നമ്മൾ പറഞ്ഞു കോസ് എക്സ് എന്നുള്ള ടേം മിസ്സിംഗ് ആണെങ്കിലും നമ്മുടെ ഇനീഷ്യൽ ഗസ്സിൽ കോസ് എക്സ് എന്നുള്ള ടേം വേണം. ഇനി അടുത്തായിട്ട് r of x ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ കോസ് എക്സ് മൈനസ് 5x സൈൻ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് എക്സ് സൈൻ എക്സ് ആംഗിൾ രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒറ്റ പോളിനോമിയൽ എഴുതിയാൽ മതി. ഹയർ ഡിഗ്രി ഏതാണ്, 2 ആണ്. അതായത് അപ്പോൾ നമ്മളൊരു സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. a2x സ്ക്വയർ പ്ലസ് a1x പ്ലസ് a0 ഇൻറ്റു കോസ് എക്സ് പ്ലസ് b2x സ്ക്വയർ പ്ലസ് b1x പ്ലസ് b0 ഇൻറ്റു സൈൻ എക്സ്. ഇനി നമുക്ക് സൊല്യൂഷൻ്റെ അടുത്ത സ്റ്റെപ്സ് നോക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാം സ്റ്റെപ്പ് നമ്മൾ എന്താ പറഞ്ഞത്, ഗസ് ദ പി എസ്. നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യനിലെ r of x എന്തായിരുന്നു, 3e raised to minus 2x. അപ്പോൾ നമ്മൾ പി എസ് എന്ത് ഇനീഷ്യൽ ഗസ് ചെയ്യണം, ഈ a raised to minus 2x. അപ്പോൾ ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ചെക്ക് വെദർ പി എസ് ഇസ് എ സൊല്യൂഷൻ ഓഫ് കോംപ്ലിമെൻ്ററി ഇക്വേഷൻ. അതായത് നമ്മുടെ സി എഫിലത്തെ ഏതെങ്കിലും ഒരു ടേം നമ്മളെടുത്തിരിക്കുന്ന ഇനീഷ്യൽ ഗസ് ഓഫ് പി എസിൻ്റെ ഏതെങ്കിലും ഒരു ടേമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അങ്ങനെ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. ഈ പ്രോബ്ലത്തിൽ നമ്മളെടുത്ത ഇനീഷ്യൽ ഗസ് എന്തായിരുന്നു, a raised to minus 2x. അപ്പോൾ നമ്മുടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ആണെങ്കിൽ c1 e raised to minus 3x പ്ലസ് c2 e raised to minus 2x. e raised to minus 2x എന്ന് പറയുന്ന ടേം കോമൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനിയിപ്പോൾ ഇതല്ല, ഇതിനേക്കാട്ടധികം ടേംസ് കോമൺ ആയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നമ്മൾ ആ ടേംസ് കോമൺ അല്ലാതാവുന്നത് വരെ നമ്മൾ പി എസിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇനി പി എസിൻ്റെ ഗസ് എന്താണ്, ax e raised to minus 2x. ഇനി ഫോർത്ത് സ്റ്റെപ്പാണ് സബ്സ്റ്റിറ്റ്യൂട്ട് പി എസ് ആൻഡ് ഫൈൻഡ് ദ അൺനോൺസ്. നമുക്ക് കിട്ടിയേക്കുന്ന പി എസിനെ നമ്മുടെ മുകളിലത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അൺനോൺസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിവിടെ ax e raised to minus 2xനെ y ആയിട്ട് കൺസിഡർ ചെയ്യാൻ വെച്ചാൽ y ഡാഷ് എന്തായിരിക്കും, മൈനസ് 2ax e raised to minus 2x പ്ലസ് a e raised to minus 2x. y ഡബിൾ ഡാഷ് ഇസ് ഈക്വൽ ടു 4ax e raised to minus 2x പ്ലസ് മൈനസ് 2a e raised to minus 2x പ്ലസ് മൈനസ് 2a e raised to minus 2x. അപ്പോൾ നമ്മൾ y ഡബിൾ ഡാഷ് പ്ലസ് 5y ഡാഷ് പ്ലസ് 6y ഇസ് ഈക്വൽ ടു 3 e raised to minus 2x എന്ന് പറഞ്ഞ ഈ ഇക്വേഷനിൽ നമ്മൾ കിട്ടിയിരിക്കുന്ന y ഡാഷും y ഡബിൾ ഡാഷും വൈയും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് a കണ്ടുപിടിക്കുക. എന്താവും ഫൈനൽ ആൻസർ ആയിട്ട് a e raised to minus 2x ഇസ് ഈക്വൽ ടു 3 e raised to minus 2x എന്ന് വരും. a ഇസ് ഈക്വൽ ടു 3 എന്ന് വരും. ഇനി അഞ്ചാമത്തെ സ്റ്റെപ്പാണ് റൈറ്റ് ദ ജനറൽ സൊല്യൂഷൻ. അതായത് y ഇസ് ഈക്വൽ ടു കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ പ്ലസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. നമുക്കിവിടെ കിട്ടിയേക്കുന്ന പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താണ്, 3x e raised to minus 2x. സി എഫ് കൂടി സം ചെയ്ത് എഴുതുമ്പോൾ c1 e raised to minus 3x പ്ലസ് c2 e raised to minus 2x പ്ലസ് 3x e raised to minus 2x. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.